കണ്ണീർഭൂമിയായ വയനാട് മുണ്ടക്കൈയും ചൂരൽമലയും. ദുരന്തത്തിൽ നഷ്ടമായത് 303 ജീവനുകൾ. കണ്ടെത്താനുള്ള 209 പേരിൽ 49 കുട്ടികളെന്ന് ഔദ്യോഗിക കണക്ക്. തിരിച്ചറിയാൻ കഴിയാത്ത ശരീരാവശിഷ്ടങ്ങൾ അടക്കം പ്രോട്ടോകോൾ പാലിച്ച് സംസ്കരിക്കും. വയനാട്ടിൽ 4ാം നാൾ സോൺ തിരിച്ചു പരിശോധന. തെരച്ചിലിന് 2000-ത്തിലധികം പേരുടെ ടീം. ചാലിയാറിൽ 40 കിലോമീറ്ററോളം പരിശോധിക്കാൻ തീരുമാനം. സഹായത്തിന് ഹെലികോപ്റ്ററും റഡാർ സംവിധാനവും. ഇന്നൊരു മൃതദേഹം കൂടി കണ്ടെടുത്തു. നാലാം നാൾ ഒറ്റപ്പെട്ടു പോയ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തി. കണ്ടെത്തിയത് പടവെട്ടിക്കുന്നിൽ ഒറ്റപ്പെട്ടു പോയ 2 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും. 4 പേരെയും എയർലിഫ്റ്റ് ചെയ്യും. സ്ഥിതിഗതികൾ വിലയിരുത്തി മന്ത്രിതല ഉപസമിതി വയനാട്ടിൽ. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നും ദുരിതബാധിതരെ സന്ദർശിക്കും. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ഔദ്യോഗിക അനുശോചനം അർപ്പിച്ച് കേരള ഹൈക്കോടതി. ദുരന്തമുഖത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട ISRO. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിൽ. പാറക്കെട്ടുകൾ ഉൾപ്പെടെ ഒഴുകിയെത്തിയത് 8 കിലോമീറ്റർ ദൂരത്തേക്ക്. കുട്ടികൾ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട്. സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ചെറുതുമരുതുമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തെങ്ങനെ വേണം എന്ന് സംബന്ധിച്ചിടത്തോളം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൂടെ കണ്ട ശേഷം നമുക്ക് അതിനെ സംബന്ധിച്ചോളം ആലോചിക്കാൻ കഴിയുന്നതാണ്. ദുരന്തത്തിൽ 49 കുട്ടികൾ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വെള്ളാർമല GVHSS-ഉം മുണ്ടക്കൈ GLPS-ഉം പുനർനിർമ്മിക്കും. മുഖ്യമന്ത്രിയുമായി ഇത് ചർച്ച ചെയ്യുമെന്നും വി ശിവൻകുട്ടി. വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഈ മാസം പകുതിയോടെ കേരളത്തിൽ അതിതീവ്ര മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്തിന് കടുത്ത ജാഗ്രതാ നിർദ്ദേശം. വയനാട് ദുരന്തത്തിൽ അനുശോചിച്ച അമേരിക്ക. ദുരന്തബാധിതർക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ. രക്ഷാപ്രവർത്തകരുടെ ധീരതയെ പ്രശംസിക്കുന്നതായും ജോ ബൈഡൻ. ഹിമാചലിൽ മേഘവിസ്ഫോടനത്തിൽ മരണം 11ആയി. കാണാതായ 50 പേർക്കായി രക്ഷാപ്രവർത്തനം തുടരുന്നു. കേദാർനാഥിലേക്കുള്ള പാലം തകർന്നതോടെ തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ട്. മാവോയിസ്റ്റ് നേതാവ് CP മൊയ്തീൻ അറസ്റ്റിൽ. ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് ആലപ്പുഴയിൽ നിന്ന്. പിടിയിലായത് ഇന്നലെ രാത്രി. നീറ്റിൽ അന്തിമവിധി. പുനഃപരീക്ഷ നടത്തേണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവ്. വ്യാപകമായ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല. പാട്നയിലും ഹസാരിബാഗിലും ചോദ്യപേപ്പർ ചോർച്ച ഒതുങ്ങിയതായും സുപ്രീം കോടതി. പരീക്ഷാ ക്രമക്കേട് തടയാൻ കോടതിയുടെ മാർഗനിർദ്ദേശം.